ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചെറിയൊരു ടിപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് നമുക്ക് പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്കാണ് ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുക ഈ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ടോപ്പിക്കാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസാണ് ഇടേണ്ടത്. സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഒരു 3 വീഡിയോസെങ്കിലും ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കയറി വരും. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ആദ്യം ഷോർട്ട് വീഡിയോസ് ചെയ്തിരുന്നത് കുക്കിംഗ് വീഡിയോസായിട്ടും ഡാൻസ് വീഡിയോസായിട്ടൊക്കെ ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ എനിക്കധികം സബ്സ്ക്രൈബേഴ്സൊന്നും അങ്ങനെ കയറിയായിരുന്നില്ല. അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റീൽസുകളും ഷോർട്സുകളും അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോഴാണ് കൂടുതൽ ആൾക്കാരിലോട്ട് ഇത് എത്തിപ്പെടുകയും അതിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളൊക്കെ എടുത്ത് ഞാൻ ഡാൻസ് വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി വന്നു. പിന്നീട് ഞാൻ 2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫൺ വീഡിയോസ്, കോമഡി വീഡിയോസ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ള വീഡിയോസ് ഒരു 3 എണ്ണം ഡെയിലി വെച്ചിടാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു 5 മാസം, മൊത്തം 5 മാസം കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ക്രൈറ്റീരിയ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഞാനൊരു കാര്യം ശ്രദ്ധിക്കാൻ വിട്ടുപോയി. നമ്മൾ ഷോർട്ട് വീഡിയോസിലൂടെ സബ്സ്ക്രൈബ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ആദ്യം ചെയ്തത്. അതിന് മാത്രം ശ്രദ്ധിക്കാതെ നമ്മൾ ഡെയിലി ഓരോ ലോങ് വീഡിയോസും കൂടി ഇട്ടതായിരുന്നെങ്കിൽ നമുക്ക് 4000 വാച്ച് അവർ എന്നുള്ള ഒരു ക്രൈറ്റീരിയയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. നമ്മൾ യൂട്യൂബ് ആദ്യമായിട്ട് ചാനൽ തുടങ്ങുമ്പോൾ നമുക്കങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഫോൾട്ട് എനിക്ക് പറ്റിയത്. കാരണം എനിക്കിതുവരെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ചാനൽ. അപ്പോൾ നമ്മൾ ഡെയിലി ഓരോ ലോങ് വീഡിയോസും 3 ഷോർട്ട് വീഡിയോസും ഇടുകയാണെങ്കിൽ നമ്മൾ ചാനൽ പെട്ടെന്ന് തന്നെ റീച്ച് ആവാനും സബ്സ്ക്രൈബേഴ്സ് കയറാനും ഹെൽപ്ഫുള്ളാകും. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോർട്സ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതിലാണ് കുറച്ച് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കയറുന്നത് എന്ന് നോക്കിയതിന് ശേഷം ആ ഒരു ടൈപ്പ് വീഡിയോസ് മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം. അല്ലാതെ മാറ്റി ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് കുറയും, നമുക്ക് നമ്മുടെ ചാനൽ റീച്ചാക്കി എടുക്കാൻ പറ്റാതെയും നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എല്ലാ വീഡിയോസും ചെയ്ത് നോക്കുക. ഡാൻസ് വീഡിയോസോ കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ ട്രാവലിംഗ് വീഡിയോസോ അങ്ങനെ എന്ത് വീഡിയോസ് ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ സമയത്ത് അതൊക്കെ ചെയ്ത് നോക്കുക. അതിൽ ഏതിലാണ് നമുക്ക് നല്ല വ്യൂസ് കിട്ടുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ പിന്നെ ട്രെൻഡിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്ത് തുടങ്ങാൻ. ഇപ്പോൾ ഡാൻസിലാണെങ്കിൽ ഡാൻസിൽ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളെടുത്ത് ഡാൻസ് ചെയ്യാം. അല്ലെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് വീഡിയോസിനാണ് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നത് വെച്ചാൽ ആ കുക്കിംഗ് വീഡിയോസ് ഇങ്ങനെ പുതുതായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ആ കുക്കിംഗ് വീഡിയോസിനും ഇപ്പോൾ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളിട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ അതിനും പെട്ടെന്ന് റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഏത് കണ്ടൻ്റ് ആണെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് പെട്ടെന്ന് 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെയിലി ഓരോ ലോങ് വീഡിയോസും കൂടി ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് 4000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്ത് 1K സബ്സ്ക്രൈബേഴ്സുമായി പെട്ടെന്ന് തന്നെ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പുതിയതായി ചാനൽ തുടങ്ങുന്ന എല്ലാ ഫ്രണ്ട്സിനും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ. വീണ്ടും അടുത്ത വീഡിയോ കാണാം.